കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഈ സിനിമയിലെ 1, 2 സീൻ കണ്ടിട്ട് അങ്ങ് ചിരിച്ചുപോയി. എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരാളുണ്ട്. ആ ആളെ ഒരു എൻക്ലോസ്ഡ് സ്പേസ്, അതായത് ഒരു ബോക്സിനകത്ത് അടച്ചിട്ടിട്ട് മണ്ണിനടിയിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്. എന്നിട്ട് ആളുടെ കയ്യിൽ ഇപ്പം ചാർജ് തീരും എന്ന് പറഞ്ഞിട്ട് ഒരു പഴയ നോക്കിയ മൊബൈൽ ഫോൺ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എവിടെയാണ് ഇവനെ കുഴിച്ചിട്ടത് എന്നുള്ള ലൊക്കേഷൻ ആർക്കും അറിയത്തില്ല. ഒരുപക്ഷേ അവൻ ആ കുഴിയുടെ അകത്ത് ഒരു മാക്സിമം 1 അവറും കൂടെയൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇവനെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഈ ഫോൺ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പോലീസുകാർ തലങ്ങും വിലങ്ങും കിടന്ന് കഷ്ടപ്പെടുവാണ്. അതിനിടയ്ക്ക് ഈ കുഴി കിടക്കുന്നതാണെങ്കിൽ കൂട്ടുക്കാത്ത അഭിനയം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഡോക്ടർ ഈ ബിജു മേനോനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയും, ഈ കുഴി കിടക്കുന്ന ആളുമായിട്ട് എനിക്കൊരു കോൺഫറൻസ് കോളിൽ സംസാരിക്കണം. ഒരു പക്ഷേ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുമായിരിക്കും. അത് പറയുന്നത് മറ്റാരുമല്ല, പഴയ ആദം അയ്യൂബ്, അതായത് ദൃശ്യം 2 ജഡ്ജ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു മാരക ട്വിസ്റ്റ് അവിടെ നമ്മൾ പ്രതീക്ഷിച്ചു. അതായത് നമ്മൾ കരുതും ഈ ഡോക്ടർ ഇവനോട് സംസാരിച്ചിട്ട് ഇവൻ്റെ ലൊക്കേഷൻ കിട്ടാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു ക്ലൂ കണ്ടെത്തുന്നു. കാരണം ഇവിടുത്തെ മെയിൻ പ്രശ്നം ഇപ്പോൾ ലൊക്കേഷൻ കണ്ടെത്തുന്നതാണല്ലോ. അപ്പോൾ ഈ ബിജു മേനോൻ വളരെ ആവേശത്തോടു കൂടി ഈ ഫോൺ കോൺഫറൻസിൽ കണക്ട് ആക്കിയിട്ട് ഈ ഡോക്ടറോട് സംസാരിക്കാൻ പറയും. ഈ ഡോക്ടർ ഉണ്ടാ ഉടനെ ഒരു ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് പെർസെൻറ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സയൻസ് ക്ലാസ് അങ്ങോട്ട് തുടങ്ങും. അങ്ങനെ എന്തെല്ലോ കഥയൊക്കെ പറഞ്ഞ് അവസാനം ഈ ഫോണിനകത്തുള്ള ചാർജും കൂടെ ആശം തീർക്കും. അങ്ങനെ ഈ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് പുള്ളി അവസാനം പറയും, ഇനി എങ്ങാനും അവനെ കിട്ടിയാലുണ്ടല്ലോ അവൻ്റെ ഒരു മെഡിക്കൽ എമർജൻസിക്ക് വേണ്ടി ഒരു ആംബുലൻസ് ഞാൻ ഈ പോലീസ് സ്റ്റേഷനിലോട്ട് അയച്ചേക്കാമെന്ന് പറയും. അങ്ങനെ ഈ സയൻസ് ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ഈ ബിജു മേനോൻ ഡോക്ടറോട് പറയും, ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പ്രതി മരിച്ചിട്ട് ഈ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ പ്രതി മരിച്ചു വരും ദേവിയത്ത് 1 മണിക്കൂറത്തേക്കെങ്കിലും ആ ന്യൂസ് പുറത്ത് വിട്ടെന്ന് പറയും. അപ്പോൾ ഡോക്ടർ പറയും, ആ കാര്യം ഞാൻ ഏറ്റ്, ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഇവിടെ എല്ലാം സേഫ് ആയിരിക്കും, ആരും അറിയില്ലെന്ന് പറയും. എന്നിട്ട് ഈ ഫോൺ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞില്ല, ആ പ്രതി ആ ഹോസ്പിറ്റലിൽ മരിച്ചു കിടക്കുന്ന വീഡിയോ സഹിതം ടി വിയിൽ ന്യൂസ് വരും. ഇനി ഇതുകൂടാതെ ഒരു കഥാപാത്രം കൂടുണ്ട്, ഇമ്മാനുവൽ, എലിസബത്തിൻ്റെ സഹോദരൻ. എലിസബത്തിൻ്റെ സഹോദരനല്ലേ, ഇമ്മാനുവൽ അല്ലേ എന്ന് പറഞ്ഞ് ബിജു മേനോൻ ഇവനെ വിളിക്കും. എവനും തുടങ്ങുന്ന ഒരു കഥ, അവൻ ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെ വാലും തലയില്ലാത്ത എന്തെല്ലോ കുറേ കഥ. ഒരുപക്ഷേ ഈ ഇമ്മാനുവലിനെ പോലെ മറ്റേ ഡോക്ടറും മറ്റൊരാളായിരിക്കും. എന്തെല്ലാവട്ടെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിർഗുണ ത്രില്ലർ പടം.